ഹർത്താൽ അനുകൂലികൾ നഗരത്തിൽ വെവ്വേറെ പ്രകടനങ്ങൾ നടത്തി. LDF-ഉം BJP-യും SDP-യുമാണ് നഗരത്തിൽ പ്രകടനം നടത്തിയത്. രാവിലെ 10-ന് LDF പ്രവർത്തകർ കൊല്ലം റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. നഗരം ചുറ്റി പ്രസ് ക്ലബ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന യോഗം RSP സംസ്ഥാന സെക്രട്ടറി A. അസീസ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാന പ്രതിപക്ഷമാകുന്ന BJP-യാണ് പാർലമെന്റ് കൂടാൻ അനുവദിക്കാതിരുന്നതെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും സമാജ്വാദി പാർട്ടിയും ഈ പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടായിരിക്കുന്ന അഴിമതി ആരോപണത്തെ സംബന്ധിച്ച്, കൽക്കരി പാടം കുംഭകോണത്തെ സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച വേണം, അത് ഇന്ത്യയിലെ ജനങ്ങൾ അറിയണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ BJP പാർലമെന്റ് കൂടാൻ അനുവദിച്ചില്ല. ഏതായിരുന്നാലും പാർലമെന്റ് കൂടാൻ കഴിയാതെ ഒളിച്ചോട്ടം നടത്തിയ പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ വന്നത്. ഇനി പാർലമെന്റ് കൂടുമെന്ന് പറയാൻ നിർവാഹമില്ല. ഇപ്പോൾ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നടത്തുന്ന പരിഷ്കാരം എന്നുള്ള നിലയിലാണ്. എന്താ പരിഷ്കാരം? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. അതാണ് ഇപ്പോൾ പെട്രോളിയം കമ്പനികൾക്ക് ഈ വില വർദ്ധിപ്പിക്കുവാൻ യഥേഷ്ടം അവസരം നൽകിയത്. P. സോമനാഥ് അധ്യക്ഷനായി. K. തുളസീധരൻ, വെളിയം രാജൻ, അഡ്വക്കേറ്റ് ലാലു, രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. BJP നഗരത്തിൽ നടത്തിയ പ്രകടനം KSRTC ജംഗ്ഷൻ ചിന്നക്കട വഴി റെസ്റ്റ് ഹൌസിന് മുന്നിൽ സമാപിച്ചു. യോഗം ജില്ലാ പ്രസിഡന്റ് വൈക്കൽ മധു ഉദ്ഘാടനം ചെയ്തു. SDP നടത്തിയ പ്രകടനം പ്രസ് ക്ലബിന് സമീപം സമാപിച്ചു. ജില്ലയുടെ എല്ലാ മണ്ഡലങ്ങളിലും ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തിയിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ കൊല്ലം.